DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലേക്ക് മാർച്ച് 31 മുൻപായി, അതായത് ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതിന് മുൻപായി 8ഓളം ധനസഹായങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നത്. APL BPL റേഷൻ കാർഡുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ധനസഹായം ആർക്കൊക്കെ ലഭിക്കും, ഏതെല്ലാം രീതിയിലാണ് ലഭിക്കുക തുടങ്ങിയ വിവരങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഇതിൽ ആദ്യത്തേത് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമായുള്ള കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പിന്റെ വിതരണം മാർച്ച് 10 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷ അംഗീകരിക്കപ്പെട്ടിട്ടും ഇതുവരെ തുക ലഭിക്കാത്തവരുടെ അക്കൗണ്ടിലേക്ക് ഘട്ടം ഘട്ടമായി തുക എത്തും. തുക ലഭിച്ചവർക്ക് SMS വഴി അറിയിപ്പ് ലഭിക്കും. അല്ലാത്തവർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഏകദേശം 46,000 ഉദ്യോഗാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക ക്രെഡിറ്റ് ആയിരിക്കുന്നത്. ഇതിൽ പുതുതായി അപ്രൂവൽ ലഭിച്ച 36,000 പേർക്ക് ആദ്യ ഗഡുവായും ഉദ്ഘാടന വേളയിൽ ആദ്യ ഘട്ടത്തിൽ ഉൾപ്പെട്ട 10,000 പേർക്ക് രണ്ടാമത്തെ ഗഡുവുമായാണ് തുക ലഭിച്ചിട്ടുള്ളത്. 18നും 30നും ഇടയിൽ പ്രായമുള്ള, കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ള, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്കുമാണ് ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. അടുത്ത പദ്ധതി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ്. PM കിസാന്റെ 22ാം ഗഡുവായ 2,000 രൂപയുടെ വിതരണം മാർച്ച് 13 വെള്ളിയാഴ്ച, അതായത് നാളെ വൈകുന്നേരം 5 മണിയോടെ കർഷകരുടെ അക്കൗണ്ടിലെത്തും. സംസ്ഥാനത്തെ ഏകദേശം 25 ലക്ഷം കർഷകർക്ക് ഈ കേന്ദ്ര സഹായം ലഭിക്കും. ഇതിനകം ഓരോ കർഷകനും ഏകദേശം 42,000 രൂപയോളം ഈ പദ്ധതിയിലൂടെ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് സംസ്ഥാനത്തെ BPL AAY റേഷൻ കാർഡുള്ള കുടുംബങ്ങളിലെ 35നും 60നും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാർക്കായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 1000 രൂപയുടെ വിതരണം ഈ മാസം നടക്കും. മാർച്ച് 15 ശേഷം എപ്പോൾ വേണമെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ തുക വിതരണം ഉണ്ടാകും. പദ്ധതിയുടെ 2ാം ഗഡുവാണ് ഈ മാസം വിതരണം ചെയ്യുക. ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ഇപ്പോഴും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപേക്ഷ വെച്ച് അപ്രൂവ് ആയവർക്കായിരിക്കും ഈ മാസം തുക ലഭിക്കുക. അടുത്തത് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ്. ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും അതോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കും 2,000 രൂപയുടെ വിതരണം മാർച്ച് മാസം മുതൽ ആരംഭിക്കും. തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിന് മുൻകൂറായി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഈ മാസം റംസാനൊക്കെ പ്രമാണിച്ച് മാർച്ച് 20നോടടുത്തൊക്കെ തന്നെ വിതരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാത്തപക്ഷം സാധാരണ മാസങ്ങളിലേതുപോലെ 25 മുതലൊക്കെ ആയിരിക്കും വിതരണം ഉണ്ടാകുക. 63 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെൻഷൻ എത്തിക്കാൻ സർക്കാർ കൃത്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ മാസത്തെ തുകയും ഒരു മുടക്കവും കൂടാതെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുന്നതാണ്. അടുത്തത് രോഗാവസ്ഥ മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ശസ്ത്രക്രിയകൾക്കും മറ്റും സഹായം ആവശ്യമുള്ളവർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സഹായം ലഭിക്കും. വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്ന വ്യക്തികൾ, അതോടൊപ്പം സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന രോഗികൾ, ഇവർക്ക് ഇവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ രോഗാവസ്ഥകൾക്ക് സർജറികൾക്കൊക്കെ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ധനസഹായം കൈമാറും. ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന സമയം കൂടിയാണ്. കാരണം ഇലക്ഷൻ അടുത്തു വരികയാണ്. അതിനാൽ തന്നെ അർഹതയുള്ള എല്ലാവർക്കും വില്ലേജ് അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി വെരിഫിക്കേഷൻ പൂർത്തിയായി ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനാൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിളനാശത്തിന് അതോടൊപ്പം തന്നെ വരൾച്ച സമയത്തൊക്കെ കൃഷി നശിച്ചു പോയവർ അപേക്ഷിച്ചിട്ടുണ്ടാകും. അവർക്കുള്ള ധനസഹായ വിതരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും മാർച്ച് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഈ മാസം 31 മുൻപ് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും. എന്തായാലും ഈ മാർച്ച് മാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം ഓരോ വീടുകളിലേക്കും എത്തുന്നത് എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.